ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മളുടെ +1 ഫിസിക്സ് ചാപ്റ്റർ നമ്പർ 6 വർക്ക്, എനർജി, പവർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 2 പാർട്ടുകളായിട്ട് വർക്ക് എന്ന് പറയുന്ന ടോപ്പിക് കവർ ചെയ്തു. എനർജി എന്ന് പറയുന്ന ടോപ്പിക്കിൽ കൈനറ്റിക് എനർജി ഡിറൈവ് ചെയ്തു. വർക്ക് എനർജി തിയറം സ്റ്റേറ്റ് ചെയ്തു, അതിനെ പ്രൂവ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മെക്കാനിക്കൽ എനർജിയുടെ ആദ്യ ഭാഗമായ കൈനറ്റിക് എനർജിക്ക് ശേഷം രണ്ടാം ഭാഗമായിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ചാണ്. എന്താണ് പൊട്ടൻഷ്യൽ എനർജി? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ പൊസിഷൻ കാരണം കിട്ടുന്ന എനർജി. കൈനറ്റിക് എനർജി എന്തായിരുന്നു? അയാളുടെ മോഷൻ കാരണം കിട്ടുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. ഒരു വസ്തുവിന്റെ പൊസിഷൻ കാരണം കിട്ടുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. അത് പൊസിഷൻ കാരണമാവാം, അല്ലെങ്കിൽ വലിഞ്ഞു മുറുകിയ അവസ്ഥ, ആ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ. നമ്മൾ വാച്ചിലെ സ്പ്രിംഗ് ഒക്കെ ഇങ്ങനെ വലിച്ചു മുറുക്കുമ്പോൾ ആ സ്ട്രെയിൻ കാരണം ഉണ്ടാവുന്ന എനർജി ആവാം. ഇത്തരത്തിലുള്ള എനർജിയെ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. നമ്മളിവിടെ 2 പൊട്ടൻഷ്യൽ എനർജികൾ ഡിറൈവ് ചെയ്യാണ്. ഒന്ന് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, 2 പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ്. അതിൽ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോവാം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം, എർത്തിന്റെ ഗ്രാവിറ്റി കാരണം ഒരു വസ്തുവിന്റെ പൊസിഷനിൽ അയാൾക്ക് കിട്ടുന്ന എനർജിയെ വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ശ്രദ്ധിക്കുക, ഇപ്പൊ ഒരു വസ്തു ഇവിടെ ഇരിക്കുകയാണ്. m മാസുള്ള ഒരു ബോഡിയാണ്. m മാസുള്ള ബോഡി ഭൂമിയിൽ ഇരുന്നാൽ അതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഭൂമിയുടെ ഗ്രാവിറ്റി എത്രയാണ്? അതിന്റെ വെയിറ്റ് ആണ്. ദാറ്റ് ഈസ് mg ആണ്. m ആണ് മാസെങ്കിൽ, g ആണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്കിൽ അതിന്റെ മുകളിൽ ഭൂമി പ്രയോഗിക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് mg വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണ്. ഞാൻ ഈ വസ്തുവിനെ ഗ്രൗണ്ടിൽ നിന്ന് ഉയർത്തുകയാണ്, നേരെ മുകളിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഞാൻ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് വസ്തുവിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ആ വസ്തുവിനെ ഞാൻ മുകളിലേക്ക് കൊണ്ടുവച്ചു. താഴേക്ക് mg ഉണ്ടെങ്കിൽ ഞാൻ മുകളിലേക്ക് ഇയാളെ കൊണ്ടുപോകുമ്പോൾ 2 രൂപത്തിൽ ഒരു വസ്തുവിനെ മുകളിലേക്ക് കൊണ്ടുപോകാം. ഒന്നുകിൽ എറിയാം. അയാൾ എറിയുന്ന സമയത്ത് നമ്മൾ അയാൾക്ക് ഒരു വെലോസിറ്റി കൊടുക്കുന്നുണ്ട്. വെലോസിറ്റി കിട്ടിയാൽ അയാൾക്ക് കൈനറ്റിക് എനർജി ഉണ്ടാവും. പൊസിഷൻ മാറുന്നതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി മാത്രം കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എന്താ പറയണത്? അയാളുടെ വെലോസിറ്റി മാറാൻ പാടില്ല. വെലോസിറ്റി 0 ആണെങ്കിൽ 0 തന്നെ കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ അയാളുടെ കൈനറ്റിക് എനർജിയിൽ മാറ്റില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന വർക്ക് മുഴുവൻ അയാളുടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറണമെങ്കിൽ അയാളുടെ വെലോസിറ്റിയിൽ മാറ്റം ഉണ്ടാക്കരുത്. അതായത് അയാളുടെ കൈനറ്റിക് എനർജിയിൽ മാറ്റം ഉണ്ടാക്കരുത്. അതായത് അയാൾക്ക് ആക്സിലറേഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ആക്സിലറേഷൻ കൂടാതെ ഈ m മാസുള്ള വസ്തുവിനെ ഞാൻ മുകളിലേക്ക് പൊന്തിക്കുന്നു, ഒരു h ഉയരത്തിലേക്ക് ഉയർത്തുന്നു. h ഉയരത്തിലേക്ക് ഉയർത്തുമ്പോൾ ഞാൻ ചെയ്ത വർക്ക് അയാളുടെ കൈനറ്റിക് എനർജിയിൽ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടില്ല. കാരണം അയാളുടെ വെലോസിറ്റി മാറ്റമില്ല, ആക്സിലറേഷൻ 0 ആണ്. പക്ഷെ അയാൾക്ക് എന്തായി? പൊസിഷൻ കൂടുതൽ ഉയരത്തിലേക്ക് ആയതുകൊണ്ട് അയാൾക്ക് ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അത് ഗ്രാവിറ്റേഷണൽ ഫീൽഡിലായതുകൊണ്ട്, എർത്തിന്റെ ഗ്രാവിറ്റിയുടെ ഫീൽഡിലായതുകൊണ്ട് അതിനെ നമുക്ക് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കാം. അപ്പൊ നോക്കുക, h ഉയരത്തിലേക്ക് നീക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് എത്രയാണ്? നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് എത്രയായിരിക്കും? ആക്സിലറേഷൻ 0 ആകണമെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്താവണം? 0 ആകണം. അപ്പൊ താഴേക്ക് mg ഉണ്ടെങ്കിൽ ഞാൻ മുകളിലേക്കും കൊടുക്കേണ്ട ഫോഴ്സ് എന്തെന്നെയായിരിക്കണം? mg ആയിരിക്കണം. അപ്പോ നെറ്റ് ഫോഴ്സ് 0 ആകും, അതുകൊണ്ട് ആക്സലറേഷൻ 0 ആകും. പക്ഷെ അയാളുടെ പൊസിഷനെ നമ്മൾ h ഉയരത്തിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഞാൻ കൊടുത്ത ഫോഴ്സ് F = mg തന്നെയാണ്. mgയേക്കാൾ കൂടുതൽ കൊടുത്താൽ അയാളുടെ വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടിയാൽ അയാളുടെ കൈനറ്റിക് എനർജിയും കൂടി അവിടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി മാത്രമായിട്ട് അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ mg എന്നുള്ള ഫോഴ്സ് കൊടുത്താൽ നെറ്റ് ഫോഴ്സ് താഴേക്ക് mg മുകളിലേക്ക് mg ആകുമ്പോൾ നമ്മൾ പഠിച്ച കൺകറന്റ് ഫോഴ്സസിന്റെ പ്രകാരം അതിന്റെ എന്താവും? ടോട്ടൽ ഫോഴ്സ് 0 ആവും. അതുകൊണ്ട് ആക്സലറേഷൻ 0 ആവും. പക്ഷെ അയാളുടെ പൊസിഷനെ ഞാൻ h ഉയരത്തിലേക്ക് മാറ്റുകയാണ്. അപ്പൊ ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് mg, അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് h, ഒരേ ഡയറക്ഷനിലാണ്. ഫോഴ്സും മുകളിലേക്കാണ്, ഡിസ്പ്ലേസ്മെന്റ് നേരെ മുകളിലേക്കാണ്. നമുക്കറിയാം വർക്ക് = ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ദാറ്റ്സ് = ഒരേ ഡയറക്ഷനിലാണെങ്കിൽ Fs cos 0 വരും. cos 0 1 ആയതുകൊണ്ട് F × S എന്ന് എഴുതാം. ദാറ്റ് = F ന്റെ സ്ഥാനത്ത് mg, S ന്റെ സ്ഥാനത്ത് h. So this work done is stored as the potential energy in the gravitational field of that body. So that is equal to mgh. So the work done to lift the body against the gravitational force without any acceleration. The work done to lift the body
against gravitational force without any acceleration is stored in that body as its gravitational potential energy at that position. Here for h displacement, h ഉയരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചെയ്ത വർക്ക്, ആക്സലറേഷൻ കൂടാതെ കൊണ്ടുപോകാൻ ചെയ്ത വർക്ക് mgh ആയതുകൊണ്ട് ആ വർക്ക് മുഴുവൻ എന്തായിട്ട് മാറി? അയാളുടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറി, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയിലെ വർധനവായിട്ട് മാറി. ഇവിടെ തന്നെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടെങ്കിൽ ഒരു mgh കൂടി എന്നർത്ഥം. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി ആയിട്ടോ പൊട്ടൻഷ്യൽ എനർജിയുടെ വർധനവായിട്ടോ അയാൾ സ്റ്റോർ ചെയ്തു. സോ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല mgh, m എന്ന് പറഞ്ഞ മാസുള്ള വസ്തു, g ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉള്ള സ്ഥലം, h ഉയരത്തിലേക്ക് ലിഫ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ചെയ്ത വർക്കാണ് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി ഗ്രാവിറ്റേഷണൽ ഫീൽഡില് mgh ആയിട്ട് സ്റ്റോർ ചെയ്തു. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ വിചാരിച്ച ഒരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത പോയിന്റ് പറയാനുള്ളത് രണ്ടാമത്തെ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സാമ്പിളിലേക്ക് നമ്മൾ പോവുകയാണ്. ആൻഡ് ദാറ്റ് ഈസ് സ്പ്രിംഗിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന്. ഒരു സ്പ്രിംഗ് വലിഞ്ഞു മുറുകിയ അവസ്ഥയിൽ നിൽക്കുന്നതാണ്. പല സിറ്റുവേഷൻസിലും നമുക്ക് സ്പ്രിംഗ് വരുന്നുണ്ട്. ശ്രദ്ധിക്കാം. അപ്പൊ ഞാൻ ഒരു സ്പ്രിംഗിന് ചിത്രം വരയ്ക്കാൻ പോവാ. ഇങ്ങനെ ഒരു സ്പ്രിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ഇതിനെ ഒന്ന് വലിച്ചു നീട്ടിയാൽ എന്താവും? കുറച്ച് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു. ഈ എക്സ്റ്റെൻഡ് ചെയ്തപ്പോ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് ആണ് എക്സ് ദൂരത്തേക്കാണ് ഞാൻ അയാളെ വലിച്ചു നീട്ടിയത്. അപ്പൊ അയാളുടെ പൊസിഷൻ എക്സ് നീളം കൂടി. സ്വാഭാവികമായിട്ടും ഞാൻ കൊടുക്കേണ്ട ഫോഴ്സ് എത്രയായിരിക്കും? ശ്രദ്ധിക്കുക, ഈ എക്സ് ദൂരത്തേക്ക് വലിച്ചു നീളുമ്പോൾ അയാളുടെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കിട്ടാനുള്ള ഒരു ഫോഴ്സ് ഉണ്ടാവും. അതിന് നമ്മൾ പറയാ, മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു, റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. എന്താണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ഇയാളെ സ്പ്രിങ്ങിനെ ഇങ്ങോട്ട് വലിച്ചു നീട്ടുമ്പോൾ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുന്ന ഫോഴ്സ് ആണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഒരു റബ്ബർ ബാൻഡിനെ ആണെങ്കിലും ഏത് വസ്തുവിനെ ആണെങ്കിലും വലിച്ചു നീട്ടിയാൽ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് പഴയ അവസ്ഥയിലേക്ക് പോകാൻ ശ്രമിക്കും. ആ പഴയ അവസ്ഥയിലേക്ക് പോകാൻ ശ്രമിക്കുന്ന അതിന്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് ആണ് പഴയ അവസ്ഥ തിരിച്ചു കിട്ടുക, റീസ്റ്റോർ ചെയ്യുക. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. അത് സ്പ്രിങ്ങിന്റെ കേസിൽ ശ്രദ്ധിക്കുക, ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് കൂടുമ്പോൾ ഈ റീസ്റ്റോറിംഗ് ഫോഴ്സും കൂടും. അതായത് കൂടുതൽ നീളത്തിലേക്ക് വലിച്ചാൽ കൂടുതൽ ശക്തിയിൽ ബാക്കിലേക്ക് തിരിച്ചു പോകും. അപ്പൊ റീസ്റ്റോറിംഗ് ഫോഴ്സ് കോൺസ്റ്റന്റ് ഫോഴ്സ് അല്ല, വാരിയബിൾ ഫോഴ്സ് ആണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാരിയബിൾ ഫോഴ്സ് ചെയ്യുന്ന വർക്കിന്റെ കാര്യത്തിൽ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദിസ് സ്ട്രെച്ചിങ്. ആ സ്ട്രെച്ചിങ്ങിന് കൂടുന്നതിനനുസരിച്ച് റീസ്റ്റോറിംഗ് ഫോഴ്സും കൂടും. ആൻഡ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എപ്പോഴും ഈ സ്ട്രെച്ചിങ്ങിന് എതിരാണ്. ഇങ്ങോട്ടാണ് വലിക്കുന്നതെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് അങ്ങോട്ടാണ്. നമ്മൾ ഈ സ്പ്രിങ്ങിനെ അങ്ങോട്ട് കംപ്രസ് ചെയ്യുകയാണെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇങ്ങോട്ടാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന് എപ്പോഴും ഓപ്പോസിറ്റ് ആണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. അതുകൊണ്ട് ഒരു നെഗറ്റീവ് സൈൻ ഇടാം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷണൽ ആണ്, ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഈ പ്രൊപ്പോർഷണാലിറ്റി ഈക്വാലിറ്റി ആക്കുമ്പോൾ എഫ് ഇസ് ഇക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് എഴുതി വെക്കാം. ഇതിലെ കെ എന്ന് പറയുന്ന ആളെ വിളിക്കുന്ന പേരാണ് ഫോഴ്സ് കോൺസ്റ്റന്റ്. അല്ലെങ്കിൽ വേറൊരു വാക്ക് സ്പ്രിങ്ങിലാണെങ്കിൽ അതിനെ പറയാം സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്നും പറയും. അപ്പൊ ഫോഴ്സ് കോൺസ്റ്റന്റ് ഓർ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ് കെ. കെന്റെ ഡയമെൻഷണൽ ഫോർമുല ഫോഴ്സ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ആയതുകൊണ്ട് mlt⁻² ഡിവൈഡഡ് ബൈ L ആയതുകൊണ്ട് mt⁻². ആണ്. SI യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഓർമ്മിക്കുക, സ്പ്രിംഗ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഡയമെൻഷൻ ഫോർമുല mt⁻² ആണ്. പുതിയൊരു ക്വാണ്ടിറ്റി അവിടെ പറഞ്ഞു എന്ന് മാത്രം. ഇനി നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് എത്രയാ? സ്പ്രിങ്ങിനെ ഇങ്ങോട്ട് വലിച്ചു നീട്ടുമ്പോൾ അങ്ങോട്ടുള്ള റിസ്റ്റോറിംഗ് ഫോഴ്സ് ആണ് -kx. വസ്തുവിന്റെ മുകളിൽ താഴേക്ക് അനുഭവപ്പെട്ട വെയിറ്റ് mg എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പൊ ഈ സ്പ്രിങ്ങിനെ വലിച്ചു നീട്ടാൻ, ആക്സിലറേഷൻ കൂടാതെ ആ സ്പ്രിങ്ങിനെ വലിച്ചു നീട്ടാൻ, അതായത് പൊട്ടൻഷ്യൽ എനർജി മാത്രമായിട്ട് അതിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ അയാളുടെ വെലോസിറ്റി ഒന്നും മാറരുത്, ആക്സിലറേഷൻ ഉണ്ടാവരുത്. അപ്പൊ ആക്സിലറേഷൻ കൂടാതെ ഈ സ്പ്രിങ്ങിനെ ഇങ്ങോട്ട് വലിക്കണമെങ്കിൽ അങ്ങോട്ടുള്ള ഫോഴ്സ് ആണ്, അങ്ങോട്ട് അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് -kx. അപ്പൊ ഞാൻ ഇങ്ങോട്ട് കൊടുക്കേണ്ട ഫോഴ്സ് എത്രയായിരിക്കും? അതിന് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമുക്ക് ആ മൈനസിനെ ഒഴിവാക്കാം. kx എന്ന് പറയുന്ന ഫോഴ്സ് ഞാൻ കൊടുത്താലേ, അപ്പൊ ഞാൻ കൊടുക്കേണ്ട ഫോഴ്സ് F is equal to kx. -kx റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. അതിനെതിരായിട്ട് ഞാൻ അതേ ബലം കൊടുത്താൽ, ഇപ്പൊ mgക്ക് എതിരായിട്ട് ഞാൻ ഫോഴ്സ് കൊടുത്തിട്ടാണ് mgh എന്നുള്ള വർക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അതേപോലെ -kx-നെതിരായി kx ഫോഴ്സ് കൊടുത്തിട്ട് x ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കിയാൽ ആ വർക്കാണ് അയാളുടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുക. അപ്പൊ ഞാൻ കൊടുക്കേണ്ട ഫോഴ്സ് -kx-നെതിരെ kx തന്നെ. ഇതിനേക്കാൾ കൂടുതൽ കൊടുത്താൽ വെലോസിറ്റി മാറും, ആക്സിലറേഷൻ ഉണ്ടാവും. അപ്പോൾ അയാളുടെ പൊട്ടൻഷ്യൽ എനർജി മാത്രമല്ല കൈനറ്റിക് എനർജിയും കൂടും. ഇപ്പൊ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി മാത്രം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അയാളുടെ വെലോസിറ്റിയെ മാറ്റുന്നില്ല. അതുകൊണ്ട് ഒരേ ഫോഴ്സ് തന്നെ ഞാൻ കൊടുക്കണം. ഇപ്പൊ kx തന്നെ ഞാൻ കൊടുത്തു. അങ്ങനെ അയാൾക്ക് നോക്കൂ, ഡിസ്പ്ലേസ്മെന്റ് മാറുമ്പോൾ ഫോഴ്സും മാറുന്നുണ്ട്. വാരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള വഴി ഇന്റഗ്രൽ വഴിയാണ്. സോ വർക്ക് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ. വാരിയബിൾ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് കാണാനുള്ള വഴി ഇന്റഗ്രൽ എഫ് ഡി എക്സ് ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു ഇന്റഗ്രൽ എഫിന്റെ ഭാഗത്ത് kx dx ആണ്. ഈ എക്സ് മാറുന്ന ലിമിറ്റിനെ നമ്മൾ ഇവിടെ ഇന്റഗ്രേഷനിൽ കൊടുക്കണം. എക്സ് മാറാൻ തുടങ്ങുന്നത് 0 നിന്ന് എക്സിലേക്കാണ്. തുടക്കത്തിൽ 0 ആയിരുന്നു, പിന്നെ അത് എക്സിലേക്കായി. അപ്പൊ 0 മുതൽ എക്സ് വരെയാണ് നമ്മൾ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്.
ഇനി ശ്രദ്ധിക്കുക, കോൺസ്റ്റന്റിനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കെ പുറത്തേക്ക് പോയി. ഇന്റഗ്രൽ 0 to x dx. പുതിയൊരു പ്രോസസ്സ് നിങ്ങൾ ചെയ്യാൻ പോവാണ്, ഇന്റഗ്രേഷൻ. ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഒരു ഫോർമുല ഓർമ്മിക്കുക, ഇന്റഗ്രൽ x raised to n dx. x raised to n നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഉത്തരം x raised to n plus 1 by n plus 1 ആണ്. x raised to n നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് n x raised to n minus 1 ആണ്. x raised to n നെ ഇന്റഗ്രേറ്റ് ചെയ്താലുള്ള ഫോർമുല ഹൈ ഹാർട്ട് പഠിക്കണം, x raised to n plus 1 by n plus 1. അപ്പൊ ഇക്വേഷനിലെ ദാറ്റ് ഈസ് w is equal to k പുറത്തു പോയിട്ടുണ്ട്, ഇന്റഗ്രലിനെ ഒഴിവാക്കുകയാണ്, ഇന്റഗ്രേഷൻ ചെയ്യുകയാണ്. x raised to 1 ആണല്ലോ ഇതല്ലേ, x raised to 1 ആണ്. അപ്പൊ x raised to n plus 1 എന്നുള്ളടത്ത് 1 plus 1 by 1 plus 1 n plus 1. ലിമിറ്റ് പുറത്ത് എഴുതുക 0 മുതൽ x വരെ. ദാറ്റ്സ് ഈക്വൽ ടു k ഇൻറ്റു ഇവിടെ x raised to 2 by 2 എന്ന് കിട്ടും. ലിമിറ്റ് 0 മുതൽ x വരെ. ഈ രണ്ടിനെ ഞാൻ പുറത്തേക്ക് എടുത്തു, ഹാഫ് k ഇൻറ്റു. ഇനി ലിമിറ്റ് കൊടുക്കാൻ പോവാണ്. ആദ്യം എക്സിന്റെ സ്ഥാനത്ത് അപ്പർ ലിമിറ്റ് കൊടുക്കുക, എക്സിന്റെ സ്ഥാനത്ത് x തന്നെ കൊടുക്കുക, x സ്ക്വയർ മൈനസ് എക്സിന്റെ സ്ഥാനത്ത് ലോവർ ലിമിറ്റ് കൊടുക്കുക, ലോവർ എത്ര 0. അങ്ങനെയാണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അങ്ങനെ ലിമിറ്റ് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം അപ്പർ ലിമിറ്റ്, ആ വാരി ചെയ്യുന്ന എക്സിന്റെ സ്ഥാനത്ത് ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് ഇടുക, വാരി ചെയ്യുന്ന എക്സിന്റെ സ്ഥാനത്ത് ലോവർ ലിമിറ്റ് കൊടുക്കുക, അവസാനിപ്പിക്കുക. അപ്പൊ ഞാൻ ആദ്യം എക്സിന്റെ സ്ഥാനത്ത് അപ്പർ ലിമിറ്റ് x തന്നെയാണ്, അപ്പൊ x സ്ക്വയർ മൈനസ് എക്സിന്റെ സ്ഥാനത്ത് ലോവർ ലിമിറ്റ് 0 ആണ്, 0 സ്ക്വയർ 0 ആയതുകൊണ്ട് അങ്ങനെ എഴുതി. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് kx സ്ക്വയർ. ഇതാണ് വർക്ക്. ഈ വർക്കാണ് എന്തായിട്ട് മാറിയത്, അതിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറിയത്. സോ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സ്പ്രിംഗ് ഇസ് ഈക്വൽ ടു ഹാഫ് kx സ്ക്വയർ, വേർ k is force constant or spring constant of the spring and x is its extension or stretching or displacement. അപ്പൊ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ് ഈ പറഞ്ഞ ചെയ്തത്. നമ്മളിവിടെ ഒരു ഇന്റഗ്രേഷൻ പുതുതായിട്ട് പഠിച്ചിട്ടുണ്ട്, അത് ഓർമ്മയിൽ വെക്കാം. അടുത്തൊരു കാര്യം കൂടി ഞാൻ പറയാൻ പോകുന്നത്, ഇതിന് എളുപ്പത്തിൽ വേറൊരു വഴി കൂടിയുണ്ട്. നമുക്ക് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിൽ നിന്നും നമുക്ക് എനർജി കണ്ടുപിടിക്കാം, വർക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഞാൻ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ എടുക്കണു, അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ എടുക്കണു, ഇവിടെ ഫോഴ്സ് എടുക്കണം. നമ്മളെ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്, എഫ് ഇസ് ഈക്വൽ ടു kx ആയതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിൽ ഫോഴ്സും 0 ആണ്. രണ്ടാക്കാരും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം. ഒരു എക്സ്റ്റൻഷൻ നമ്മൾ ഇവിടെ കാണിക്കുക, ലെറ്റ് ഇറ്റ് ബി എക്സ്. ആ സമയത്തുള്ള ഫോഴ്സിനെ നമുക്കറിയാം ആരാണ്, kx ആണ്. അപ്പൊ ഇതിന്റെ അടിയിലുള്ള ഏരിയ എത്രയാണ്, ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് kx സ്ക്വയർ. എത്ര എളുപ്പത്തിൽ കിട്ടി. ദിസ് ഈസ് ഈക്വൽ ടു വർക്ക് ഈസ് ഈക്വൽ ടു ഹാഫ് kx സ്ക്വയർ. ഏരിയ അണ്ടർ ദ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് gives work. Therefore, potential energy of the spring is equal to half kx. ഈ വർക്ക് ഡൺ ആണ്, അതിന്റെ കൈനറ്റിക് എനർജി x. അപ്പൊ രണ്ട് വഴിയിലൂടെ നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാം. ഒന്നുകിൽ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് എഫ് പ്രൊപ്പോർഷണൽ ടു എക്സ്, എഫ് ഇസിക്കൽ ടു kx എന്നുള്ള ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക. അപ്പൊ അടിയിലുള്ള ഏരിയ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഏരിയ ആയിരിക്കും, അത് കാൽക്കുലേറ്റ് ചെയ്താൽ ഹാഫ് kx സ്ക്വയർ കിട്ടും. ആ ഏരിയ വർക്ക് ഡൺ ആണെന്ന് പറയാം, ആ വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ. ഇത് എളുപ്പമുള്ള വഴി. ഇനി ഇതാണ് ശരിയായ മെത്തേഡ്, മാത്തമാറ്റിക്കൽ മെത്തേഡ്. ഇങ്ങനെയും ചെയ്യുക, ഇന്റഗ്രേഷൻ വഴി വേരിയബിൾ ഫോഴ്സിന്റെ. അപ്പോ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ് ഈസ് ഹാഫ് kx സ്ക്വയർ. പൊട്ടൻഷ്യൽ എനർജി ഇൻ ദ കേസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഈസ് mgh. അപ്പൊ രണ്ട് എക്സാമ്പിൾസ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജിക്ക്, പൊസിഷൻ കാരണമുള്ള എനർജിക്ക് പഠിച്ചു. നന്നായി എഴുതി വെക്കുക. ഇതിൽ പരീക്ഷയ്ക്ക് ചോദിക്കുക പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ് ഡിറൈവ് ചെയ്യാൻ പല ഘട്ടത്തിലും 3 മാർക്കിന്റെ സെക്ഷനിൽ ചോദിക്കും. ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ്, ഹാഫ് kx സ്ക്വയർ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. സ്പ്രിംഗിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ എഫ് ഇസിക്കൽ ടു kx എഴുതാൻ പറയും, എനർജി കാണാൻ പറയും. വേരിയബിൾ ഫോഴ്സിന് എക്സാമ്പിൾ ആണ്, ഓർമ്മയിൽ വെക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. എനർജിയുടെ കൺസർവേഷൻ ലോ പറയാണ്. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി? സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. ടോട്ടൽ എനർജി ഈസ് കൺസർവ്ഡ്, അല്ലെ? എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ബട്ട് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ. എനർജിയെ പുതുതായി നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല, പക്ഷെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും. ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ് ഓർ കൺസർവ്. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. നമ്മൾ അത് പ്രൂവ് ചെയ്യാൻ പോവാണ് ഇവിടെ. ഇൻ ദ കേസ് ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി, എല്ലാ കൊല്ലവും പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് 4 മാർക്കിന്റെ. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഇൻ ദ കേസ് ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി. താഴേക്ക് സ്വതന്ത്രമായി ഗ്രാവിറ്റിയിൽ വീഴുന്ന ഒരു വസ്തുവിന്റെ ടോട്ടൽ എനർജി കൺസർവ്ഡ് ആണ്. എനർജിയെ പുതുതായി നിർമ്മിക്കാനും നശിപ്പിക്കാനും സാധ്യമല്ല, പക്ഷെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും എന്ന് തെളിയിക്കുക. ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ എനർജി എന്താണ്? അതിന് വേറെ ഹീറ്റ് എനർജി ഇല്ല, ലൈറ്റ് എനർജി ഇല്ല, കെമിക്കൽ എനർജി ഇല്ല. ആകെ എന്താ എനർജി ഉള്ളൂ? മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജിയുടെ 2 ഭാവങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന് കൈനറ്റിക് എനർജി, അതിന്റെ മോഷൻ കാരണം. അപ്പൊ വസ്തു താഴേക്ക് വീഴുമ്പോൾ അതിന്റെ വെലോസിറ്റി കൂടുന്നുണ്ട്, അപ്പൊ അതൊക്കെ കൈനറ്റിക് എനർജി ആവുന്നുണ്ട്.
രണ്ടാമത്തെ കാര്യമുള്ള പൊസിഷൻ കാരണം ഇപ്പോൾ നമ്മൾ പഠിച്ചു MgH എന്ന് പറയുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ രണ്ട് രൂപത്തിലുള്ള മെക്കാനിക്കൽ എനർജി ഉണ്ട്. ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിക്ക് ഒന്ന് പൊട്ടൻഷ്യൽ എനർജി, രണ്ട് കൈനറ്റിക് എനർജി. ഈ രണ്ടും കൂടി കൂട്ടിയാൽ ടോട്ടൽ എനർജി ആ വസ്തുവിന് എപ്പോഴും സെയിം ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. എന്നാൽ ഒരു എനർജി മറ്റൊരു രൂപത്തിലേക്ക് മാറാൻ പറ്റുമെന്നും നമുക്ക് തെളിയിക്കണം. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ പ്രൂവ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. നോക്കാം, ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ 3 കേസുകളായിട്ട് എടുക്കുകയാണ്. എ എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ നമ്മളെ m മാസമുള്ള ഒരു വസ്തു ഇരിക്കുന്നു. ഇനീഷ്യലി ഇറ്റ് ഈസ് അറ്റ് റസ്റ്റിൽ ഇരിക്കുകയാണ്. ദാറ്റ് ഈസ് u ഈക്വൽ ടു 0. ഇനി ഇത് ഇവിടെ നിന്ന് താഴേക്ക് വീണു. അങ്ങനെ C എന്ന് പറയുന്ന ഒരു പൊസിഷനിലെത്തി. ഇതിന്റെ ഇടയിലുള്ള ഒരു പൊസിഷനും കൂടി നമുക്ക് കാണിക്കാം, B എന്ന് പറയുന്ന ഒരു പൊസിഷൻ. മൊത്തം അയാൾ വന്ന ദൂരം h ഡിസ്പ്ലേസ്മെന്റ്. മൊത്തം ഈ ഉയരം h ആണ്. അപ്പൊ h താഴത്തേക്കാണ് ചാടിയത്. ഇതിന്റെ ഇടയിൽ ഈ ഒരു ദൂരം x ആണ്. എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം x ആണ്. അപ്പൊ ബിയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം എത്രയായിരിക്കും? മൊത്തം h ആണെങ്കിൽ h മൈനസ് x ആണ്. ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമ്മള് 3 കേസുകളായിട്ട് ചെയ്യാൻ പോവാണ്. വസ്തു ഇവിടെ ഉണ്ട്, പിന്നെ ആ വസ്തു ഇവിടെ എത്തിയിട്ടുണ്ട്, പിന്നെ ആ വസ്തു ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി 0 അല്ല, ലെറ്റ് ഇറ്റ് ബി v1. ഫൈനലായിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി v. അപ്പോ ഇനീഷ്യലി u ഈക്വൽ ടു 0, പിന്നെ അത് v1 ആയി, പിന്നെ v ആയി. ഇതിനിടയിലകത്ത് x ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി, അവസാനം h ഡിസ്പ്ലേസ്മെന്റ് മൊത്തം ഉണ്ടായി. ഇതിന്റെ ഈ ദൂരം h മൈനസ് x ആണ്. അപ്പൊ നോക്കാം, ആദ്യം നമുക്ക് 3 പൊസിഷനായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം എ എന്ന് പറയുന്ന പൊസിഷനിൽ അയാളുടെ എനർജി എന്താണ്? വാട്ട് ഈസ് ഇറ്റ്സ് കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി is equal to half mv square, അല്ലെ? ഹാഫ് m into u square എന്ന് എഴുതാം. u ആണ് ഇനീഷ്യൽ വെലോസിറ്റി. അത് റെസ്റ്റിലായതുകൊണ്ട് ദാറ്റ് ഇസ് ഇക്വൽ ടു 0. അയാളുടെ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? പൊട്ടൻഷ്യൽ എനർജി is equal to h ഉയരത്തിലാണ് അയാൾ ഇരിക്കുന്നത്, അല്ലെ? h ഉയരത്തിലാണ് എ എന്നുള്ള പൊസിഷൻ. സോ അയാളുടെ പൊട്ടൻഷ്യൽ എനർജി is mgh. സോ അയാളുടെ ടോട്ടൽ എനർജി, ടി എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു KE പ്ലസ് PE ഈക്വൽ ടു 0 പ്ലസ് mgh. സോ ടോട്ടൽ എനർജി ഈക്വൽ ടു mgh. ഇക്വേഷൻ നമ്പർ 1. അപ്പൊ എ എന്ന് പറയുന്ന പൊസിഷനിൽ അയാളുടെ കൈനറ്റിക് എനർജി 0 ആണ്, കാരണം അയാൾ റെസ്റ്റിൽ ഇരിക്കുകയായിരുന്നു. അയാളുടെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്, mgh ആണ്. രണ്ടും കൂടി കൂട്ടിയപ്പോൾ mgh ആണ് ടോട്ടൽ എനർജി. അപ്പൊ നമുക്ക് ഇനി ബി എന്നുള്ള പൊസിഷനിലും സി എന്നുള്ള പൊസിഷനിലും ഒക്കെ അയാളുടെ ടോട്ടൽ എനർജി mgh ആണെന്ന് പ്രൂവ് ചെയ്താൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇതിന്റെ ഇടയിൽ ഈ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി എന്തായി മാറണം? കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നുണ്ടോ എന്ന് നോക്കണം. ഇനി നമുക്ക് നോക്കാം ബി എന്ന് പറയുന്ന പൊസിഷൻ നോക്കാം. ബി എന്നുള്ള പൊസിഷനിൽ അയാളുടെ കൈനറ്റിക് എനർജി എന്താണ്? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് m v1 സ്ക്വയർ ആണ്, അല്ലെ? വെലോസിറ്റി ഇപ്പൊ v1 ആണ്, u 0 ഒന്നല്ല. അപ്പൊ കറണ്ട് അകത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആക്സലറേഷൻ ഉണ്ട്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിലാണ് വരുന്നത്. എങ്ങനെയാണ് ഈ v1 സ്ക്വയർ കണ്ടുപിടിക്കുക? നമുക്കറിയാം v1 സ്ക്വയർ ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as എന്നുള്ള ഫോർമുല അറിയാം. ടൈം ഒന്നും തരാത്തതുകൊണ്ട് നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാൻ പറ്റും. u സ്ക്വയർ എത്രയാണ്? 0 ആണ്. പ്ലസ് എന്റെ സ്ഥാനത്ത് g കൊടുക്കാം, എസ് എന്റെ സ്ഥാനത്ത് എത്രയാണ് ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത്? x ആണ്, അല്ലെ? ഈ ബി എന്നുള്ള പൊസിഷനിലേക്ക് താഴത്തേക്ക് വന്ന ഡിസ്പ്ലേസ്മെന്റ് x ആണ്. അപ്പൊ 2g into എ സ്ഥാനത്ത് g കൊടുത്തു, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊടുത്തു, ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനത്ത് x കൊടുത്തു. സോ v1 സ്ക്വയർ is equal to 2gx. v1 square is equal to 2gx. Therefore, kinetic energy is equal to half m into v1 square. That is into 2gx. That's equal to 2 വെട്ടിപ്പോയി. So mgx. Kinetic energy b എന്നുള്ള പൊസിഷനിൽ mgx ആണ്. ഇനി പൊട്ടൻഷ്യൽ എനർജി എത്രയാണാവോ? അപ്പോഴേക്ക് ഉയരം കുറഞ്ഞു, അല്ലെ? ഇപ്പൊ മൊത്തം h ഇല്ല. എത്ര ഉയരമുള്ളൂ? ഗ്രൗണ്ട് ലെവലിൽ നിന്ന് h മൈനസ് x ഉയരത്തിലാണ് b എന്നുള്ള പോയിന്റ്. അപ്പൊ ഉയരം mg into h മൈനസ് x എന്നാക്കി. പൊട്ടൻഷ്യൽ എനർജി mg into h മൈനസ് x. ഇത്ര ഉയരത്തിലായിരുന്നു. So total energy is equal to, വീണ്ടും രണ്ടും കൂടി കൂട്ടുകയാണ്, കൈനറ്റിക് എനർജി mgx പ്ലസ് പൊട്ടൻഷ്യൽ എനർജി mg into h മൈനസ് x. That's equal to mgx പ്ലസ് ഇതൊന്ന് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്തോളൂ, mgh മൈനസ് mgx. ഈ mgxും മൈനസ് mgxും ക്യാൻസൽ ചെയ്ത് പോയി. സോ ടോട്ടൽ എനർജി അറ്റ് ബി ഈസ് ആൾസോ ഈക്വൽ ടു mgh. ഇക്വേഷൻ നമ്പർ 2. അപ്പൊ ഇവിടെ mgh തന്നെയാണ്, ഇവിടെ mgh തന്നെയാണ്. ഇതേപോലെ നമുക്ക് ഇനി മൂന്നാമത്തെ സ്ഥലം പറയാം. അറ്റ് സി kinetic energy is equal to half m into അടുത്ത വെലോസിറ്റി v സ്ക്വയർ ആണ്. ആ v സ്ക്വയറിന് പകരം നിങ്ങൾക്ക് എന്ത് എഴുതാം? u സ്ക്വയർ പ്ലസ് 2as എന്നുള്ള ഇക്വേഷനിൽ പോവാം. 0 പ്ലസ് 2g, എന്റെ സ്ഥാനത്ത് g, s h ഉയരത്തിലിരിക്കുന്ന താഴത്തേക്ക് വന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് h, 2gh. So v square is equal to 2gh ആയി. So kinetic energy is equal to half m into 2gh എന്ന് എഴുതി. ഓക്കെ, 2 വെട്ടിപ്പോയി. That's equal to mgh. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു, നീ ഉയരണ്ടോ? ഗ്രൗണ്ട് ലെവലിലെത്തി, ഇത് ഗ്രൗണ്ട് ആണ്. Therefore, potential energy is equal to mg into 0. ഉയരല്ല, that's equal to 0. Therefore, total energy is equal to രണ്ടും കൂടി കൂട്ടി
mgh plus 0 equal to mgh. Equation number 3. So total energy at A, B and C are same. mgh, mgh and mgh. തുടക്കത്തില് പൂർണ്ണമായും പൊട്ടൻഷ്യൽ എനർജി ആയിരുന്നു. താഴേക്ക് അപ്പൊ കൈനറ്റിക് എനർജി 0 ആയിരുന്നു. താഴേക്ക് വരുന്തോറും പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു വന്നു. കൈനറ്റിക് എനർജി കൂടി വന്നു. ഏറ്റവും താഴത്തെത്തിയപ്പോൾ പൂർണ്ണമായും ആ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറി. അതാണ് പുതുതായിട്ട് എനർജി നിർമ്മിക്കപ്പെട്ടില്ല, നശിപ്പിക്കപ്പെട്ടില്ല. പക്ഷെ ഒരു രൂപത്തിലുണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ രൂപത്തിലുണ്ടായിരുന്ന എനർജി കൈനറ്റിക് എനർജിയുടെ രൂപത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. ടോട്ടൽ എനർജി എപ്പോഴും സെയിം ആണ്. അപ്പൊ നമുക്ക് കിട്ടിയത് mgh തന്നെയാണ്. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഇൻ ദ കേസ് ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി. ഇനി ഇതിൽ ഗ്രാഫ് വരയ്ക്കാൻ പറയും. ശ്രദ്ധിക്കുക, 3 ഗ്രാഫുകൾ ഞാൻ ഒന്നിച്ച് കാണിക്കാണ്. ഇവിടെ ഹൈറ്റ്, ഇവിടെ എനർജി. ശ്രദ്ധിക്കുക, ഹൈറ്റ് കൂടുമ്പോൾ കൂടുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. ഇതാണ് പൊട്ടൻഷ്യൽ എനർജി. അതിന്റെ വാല്യൂ h ഉയരത്തില് mgh. ഓക്കെ, ഹൈറ്റ് കുറയുമ്പോ കൂടുന്ന ആളാണ് ആര്? കൈനറ്റിക് എനർജി. ഹൈറ്റ് കൂടുമ്പോൾ കുറയുന്ന ആള്. 0 ഹൈറ്റിലായിരുന്നു മാക്സിമം. ശ്രദ്ധിക്കുക, അപ്പൊ 0 ഹൈറ്റില് mgh ആയിരുന്നു. പക്ഷെ അറ്റ് ദ ഹയസ്റ്റ് പോയിന്റിൽ കൈനറ്റിക് എനർജി 0. ഏത് സമയത്ത് നോക്കിയാലും ടോട്ടൽ എനർജി സെയിം mgh. അപ്പൊ ദിസ് ഈസ് കൈനറ്റിക് എനർജി ഗ്രാഫ്. സോറി, ദിസ് ഈസ് പൊട്ടൻഷ്യൽ എനർജി ഗ്രാഫ്, ദിസ് ഈസ് കൈനറ്റിക് എനർജി ഗ്രാഫ് ആൻഡ് ദിസ് ഈസ് ടോട്ടൽ എനർജി ഗ്രാഫ്. ടോട്ടൽ എനർജി ഗ്രാഫ് വിത്തൗട്ട് സ്ലോപ്പ്. ടോട്ടൽ എനർജി ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. പൊട്ടൻഷ്യൽ എനർജി h കൂടുമ്പോൾ കൂടും, കൈനറ്റിക് എനർജി h കൂടുമ്പോൾ കുറയും. ഇതാ ആ ഗ്രാഫ് എപ്പോഴും ടോട്ടൽ എനർജി mgh. അപ്പൊ ഈ ഒരു ഗ്രാഫ് ഓർമ്മയിൽ വെക്കുക. വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ടോട്ടൽ എനർജി ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി വിത്ത് ഹൈറ്റ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ ഒരു പ്രൂഫ് ഓർമ്മയിൽ വെക്കണം. പരീക്ഷയ്ക്ക് പല ചോദ്യങ്ങളും അന്ന് ചോദിക്കും, ഡയറക്റ്റ് ആയിട്ടും ചോദിക്കും, ചെറിയ പ്രോബ്ലങ്ങളായിട്ടും ചോദിക്കും. അടുത്തൊരു കൺസെപ്റ്റ് കൂടി പറഞ്ഞാൽ നമ്മുടെ എനർജിയുടെ കാര്യം അവസാനിപ്പിക്കുകയാണ്. ദാറ്റ് ഈസ് എനർജിയും മാസും തമ്മിലുള്ള ഇക്വലന്റ്. അതായത് മാസ് എനർജി ഇക്വേഷൻ ബൈ ഐൻസ്റ്റീൻ ഈക്വൽ ടു mc². എപ്പോഴും ഓർമ്മിക്കുക, മാസും എനർജിയും രണ്ടും രണ്ടല്ല. മാസിനെ എനർജി ആക്കി മാറ്റാം, എനർജിയെ തിരിച്ച് മാസാക്കി മാറ്റാം എന്ന് പറഞ്ഞ ആളാണ് ഐൻസ്റ്റീൻ. ഐൻസ്റ്റീന്റെ മാസ് എനർജി ഇക്വേഷൻ, ഈക്വലന്റ് ഇക്വേഷൻ ആണ് E=mc². m മാസുള്ള ഒരു വസ്തു c വെലോസിറ്റിയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അതിൽ നിന്നുള്ള ഈക്വലന്റ് എനർജിയുടെ ഫോർമുലയാണ് എനർജി mc². അതായത് മാസിനെ എന്താക്കി മാറ്റാം? എനർജി ആക്കി മാറ്റാം. ഇതിന് അപ്ലിക്കേഷൻ വരുന്നതാണ് ന്യൂക്ലിയർ ഫിഷനും ന്യൂക്ലിയർ ഫ്യൂഷനും ഒക്കെ. സൂര്യനിൽ നിന്ന് നമുക്ക് എനർജിയൊക്കെ ഇത്ര അധികം കിട്ടിയത് ന്യൂക്ലിയർ ഫ്യൂഷൻ കാരണമാണ്. ഒരു ആറ്റം ബോംബ് പൊട്ടിത്തെറിക്കുമ്പോൾ വലിയ ഒരു എനർജി ഉണ്ടായത്, അല്ലെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടർ എന്നുള്ള വലിയ എനർജിയൊക്കെ ന്യൂക്ലിയർ ഫിഷനാണ്. ഈ സമയത്തൊക്കെ നമ്മൾ നടക്കുന്നത് മാസിനെ എനർജിയാക്കി കൺവേർട്ട് ചെയ്യാണ്. മാസ് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ബേസിക് ഇക്വേഷൻ ആണ് E=mc². ഐൻസ്റ്റീൻസ് മാസ് എനർജി ഇക്വലൻസ് എന്ന് പറയും. E=mc², where m is mass of the body and c is its velocity of light. So mc² ആണ് മാസ് എമ്മിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള എനർജി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എനർജി എന്ന് പറയുന്ന ടോപ്പിക്കായി. കൈനറ്റിക് എനർജി പറഞ്ഞു, വർക്ക് എനർജി തിയറം പറഞ്ഞു, പൊട്ടൻഷ്യൽ എനർജി 2 ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജിയും പറഞ്ഞു, പിന്നീട് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ് പറഞ്ഞു, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി സ്റ്റേറ്റ് ചെയ്തു, പ്രൂവ് ചെയ്തു. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്കൊരു 4-5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.